അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ ഞങ്ങൾ റെഡിയായി. എനിക്കാണെങ്കിൽ എത്ര ദിവസം വേണേൽ അവധി കിട്ടുമായിരുന്നു സ്കൂളിൽ നിന്ന്. പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ അവധിയേ ഇല്ല. അതുകൊണ്ട് ഒരു 17-ാം തീയതി ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലോട്ട് ഫ്ലൈറ്റ് കയറി 20-ാം തീയതി ആൻഡമാനിൽ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ് കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും എയർപോർട്ടിൻ്റെ ഏറ്റവും അടുത്ത് വേണം താമസം സെറ്റാക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ 7:30 ഫ്ലൈറ്റ് പിടിക്കാൻ നമ്മൾ കുറച്ചധികം പാടുപെടും. കുറേ നേരത്തെ എണീക്കണം, അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. കുറേ ദൂരം യാത്ര ചെയ്യണം, ടെൻഷൻ അടിക്കും. പിന്നെ എയർപോർട്ടിലെത്തിയാലോ, എയർപോർട്ടിൻ്റെ ടെർമിനൽ 4-ൽ നിന്ന് ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലം വരെ എത്താൻ പറ്റൊരു പാട്. എന്തൊരു ദൂരമായിരുന്നു. ഈ ഉള്ള 3 ദിവസം കൊണ്ട് എത്ര സ്ഥലമൊക്കെ കാണാൻ പറ്റും ഒരു മനുഷ്യന് പരമാവധി? എന്തായാലും നോക്കാം. അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതുകൊണ്ട് ഈ മാനുവലൊന്ന് വായിച്ചേക്കാം. എന്താ അവർ എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയണമല്ലോ. സേഫ്റ്റി ആണല്ലോ ഏറ്റവും ഫസ്റ്റ്. എന്തായാലും ഞാൻ ട്രിപ്പ് മൂഡിലായി കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് ഒന്ന് എടുത്തെങ്കിൽ ഒന്ന് ആൻഡമാൻ കാണാൻ. അവസാനം ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റൊക്കെ അല്ലേ, സെറ്റപ്പ് ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇതാ വരുന്നു മുന്നിലോട്ടോ നമ്മുടെ ഇഡലിയും ഉപ്പുമാവും ഒക്കെ. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ മൊത്തം തെറ്റി. ഒരു സ്റ്റാൻഡേർഡൊക്കെ പാലിക്കേണ്ടു. മൊത്തത്തിൽ ഫുഡ് അങ്ങ് ബഹിഷ്കരിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അമ്മ സാൻഡ്വിച്ച് എടുത്ത് മുന്നിലോട്ട് വെച്ചാൽ എന്തായാലും നന്നായി. എന്നാൽ സാൻഡ്വിച്ച് കഴിച്ചേക്കാം എന്നും വിചാരിച്ച് കഴിച്ചാൽ അങ്ങോട്ട് തുടങ്ങിയില്ലല്ല പാടിയിരുന്നപ്പോഴാണ് മനസ്സിലായത്, വായിക്ക് രുചിയുള്ള വയറിന് നന്നല്ല മക്കളെ. ഫ്ലൈറ്റിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് ഇഡലി ഉപ്പുമാവും തന്നെയാണ്. സാൻഡ്വിച്ച് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അഭിമാനമൊക്കെ കാറ്റിൽ പറത്തി ഞാനിരുന്ന് ഉപ്പുമാവും ഇഡലിയും തട്ടിവിട്ടു. ഇനി നീണ്ടു നിവർന്നൊന്ന് കിടക്കാം. ഞാൻ മുമ്പേ ആ മാനുവലൊക്കെ വായിച്ചത് വെറുതെ ആയില്ല. അതിൻ്റെ കൂടെ വേറൊരു ബുക്ക് ഉണ്ടായിരുന്നേ, അതിനകത്താണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് ഐറ്റംസിൻ്റെയൊക്കെ പേരെഴുതിയിരുന്നത്. ഒന്നും നോക്കിയില്ല, അച്ഛൻ്റെ കാശ് അങ്ങോട്ട് വാരി വീശിച്ചു. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം അങ്ങ് മേടിച്ചു. 2 മണിക്കൂറിൽ ആൻഡമാൻ എത്താറായി കേട്ടോ. ദൂരെ കാണുന്ന ചെറിയ തുരുത്താണ് ആൻഡമാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡമാൻ എത്തുന്നതിൻ്റെ സന്തോഷം നമ്മൾ ഇങ്ങനെ കാണിക്കണം എന്നാണ് അമ്മ പറയുന്നത്. കുറേ തെങ്ങും മരങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ. ദാസിൻ്റെയും വിജയൻ്റെയും ഗൾഫിലോട്ടാണോ ഞാൻ ചെന്ന് കയറിയത്? വീണ്ടും കേരളം തന്നെയാണോ? അച്ഛനും അമ്മയെ പറ്റിച്ചോ? ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോണം നമ്മുടെ ബാഗേജ് ഏത് കൺവെയർ ബെൽറ്റിൻ്റെ അതുവഴിയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. അവർ നമ്പർ പറയും, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. അങ്ങനെ ഞങ്ങൾ പോയി ബാഗും തപ്പി നിന്നു. ഞങ്ങൾ ആദ്യം എത്തിയെങ്കിൽ എന്താ, ബാഗ് വരാൻ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് ഞാൻ അതുവഴിയെല്ലാം ഓടിച്ചാടി നടന്നു. വെളിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറും ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ക്യാബുകാരുടെ ഒരു കൗണ്ടറും ഉണ്ടായിരുന്നു. അന്ന് ദീപാവലിയുടെ എന്തോ ഒരു ഓഫർ പ്രൈവറ്റ് ക്യാബുകാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ലാഭത്തിന് അതങ്ങ് ബുക്ക് ചെയ്ത് അച്ഛൻ. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ വെച്ചിട്ട് ഡയറക്റ്റ് ഹാവ്ലോക്കിലോട്ട് പോവുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടുത്തെ എല്ലാ ഹോട്ടൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് ചെക്ക് ഇൻ, രാവിലെ 9 മണിക്ക് ചെക്കൗട്ട്, അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ ചെക്ക് ഇൻ ചെക്കൗട്ട് ടൈമൊക്കെ നോക്കിയിട്ട് വേണം എവിടെ താമസിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കാം. പിന്നെ പോകുന്ന വഴിക്കോ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ചുറ്റും കാണുമ്പോൾ കേരളത്തിലെ ചെറിയ ഏതോ ഒരു സിറ്റി പോലൊക്കെ തോന്നുന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തോ വലുത് വരാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. അച്ഛൻ ഏതോ ഓൺലൈൻ സൈറ്റ് വഴി ബുക്ക് ചെയ്ത ഫെറി പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലോട്ടുള്ളത് അവരച്ഛനെ പറ്റിച്ചു. ആ ബോട്ടിൻ്റെ സമയം മാറ്റിയിട്ട് അവർ വേറൊരു ബോട്ടിൻ്റെ സമയം കൊടുത്തു. കുറച്ച് നേരത്തെ ഉള്ള സമയം തന്നതെങ്കിൽ പോലും ഞങ്ങൾ ആ ബോട്ട് കെട്ടി പോയി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പറഞ്ഞ സമയത്തൊന്നും ബോട്ട് വന്നില്ല. അവസാനം ബോട്ടിലോട്ട് കയറാനുള്ള ടിക്കറ്റൊക്കെ തന്ന് റെഡിയാക്കി. ഞങ്ങൾ സൈഡ് സീറ്റാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും കിട്ടിയത് ഏതോ ഒരു സീറ്റ്. തൽക്കാലം ഉള്ളതാട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കോരി വെയിലത്ത് നടന്ന് ബോട്ടിനകത്തോട്ട് കയറി. ബോട്ടിനകത്തിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്നത് ജുറാസിക് പാർക്കാണ്. അതിനകത്ത് ഇതുപോലൊരു ബോട്ടിനകത്ത് എല്ലാവരും കൂടെ പോകുന്നു. നല്ല നീല കളർ വെള്ളം ചുറ്റും, അതിൻ്റെയൊക്കെ അപ്പുറത്ത് വലിയ കുറേ കാട്, അതിനകത്ത് ദിനോസർ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്ക് ശരിക്കും ബോറടിക്കും ബോട്ടിനകത്ത്. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് അടി തുടങ്ങി.
നൂഡിൽസ് കിട്ടും, നല്ല പൈസ കേട്ടോ, ഫ്ലൈറ്റിൽ അത്രയൊക്കെ തന്നെ പൈസയാവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബോറടിച്ചു, അപ്പോൾ പിന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഇനി അവിടെ ചെന്ന് നല്ല ആക്റ്റീവായിട്ട് ചാടണ്ടേ. ഞാൻ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്ന പുതിയ വീട്ടിലോട്ട് പോകാമെന്നാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ പുതിയ വീട്. ഇനി നാളെ കഴിയുമ്പോൾ വേറെ ഏതോ വീട്ടിലോട്ട് മാറുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഈ 2 ദിവസം ആൻഡമാനിൽ നിന്നിട്ട് വേണം സ്കൂളിൽ പോയിട്ട് കുറേ തള്ളുകഥകൾ അങ്ങോട്ട് പറയാൻ. ഞങ്ങളൊരു 12:45 കയറിയ ബോട്ട് ഇനി ഹാവലോക്കിലെത്തിയപ്പോഴത്തേക്കൊരു 2:30-2:45. അവിടുന്ന് റൂമിലെത്തിയപ്പോഴത്തേക്ക് 3 മണി. പിന്നെ ഇപ്പം എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഹാവലോക്കിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് രാധാനഗർ ബീച്ച് കാണാമെന്നുള്ളതായിരുന്നു പ്ലാൻ. എന്തായാലും അതിനു മുന്നേ റൂമിൻ്റെ തൊട്ടടുത്ത് പുറയിലായിട്ടൊരു ബീച്ചുണ്ടെന്ന് ഹോട്ടലിൻ്റെ ആൾക്കാർ പറഞ്ഞു. എന്നാൽ പിന്നെ ആ ബീച്ചൊന്ന് കാണാമെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞങ്ങൾ നടന്നു. തീരെ പ്രതീക്ഷിക്കാത്തതും ആൻഡമാനിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ബീച്ചിലേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങിയത് കേട്ടോ. ഗോവിന്ദ് സാഗർ ബീച്ച്. എന്തൊരു കാമായിട്ടുള്ള സ്ഥലം, ചുറ്റും അധികം ആൾക്കാരുമില്ല. എത്ര സൂപ്പർ നിറമാണ് ചുറ്റും, ആകാശത്തിൻ്റെ കളറ്, ആ വെള്ളത്തിൻ്റെ കളറ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങ് ത്രില്ലടിച്ചു പോയി. എനിക്കാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അമ്മ കുറച്ച് ബക്കറ്റും അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് ഈ മണലിനകത്തിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എനിക്കതും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെള്ളത്തിലിറങ്ങാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ഛൻ എന്നെ വലിച്ചുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും മെയിൻ കാര്യം എന്ത്, അവർക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ വേണം, സ്റ്റാറ്റസൊക്കെ ഇടണം. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്കതിനൊന്നുള്ള ടൈമില്ല. ഓടിച്ചെന്ന മണലിലിരുന്നിട്ട് വേണം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കാൻ. ബീച്ചിൽ നിന്ന് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരു 4:15 ആയി കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടാവാറ്. ഈ അച്ഛൻ മണ്ടനാണെങ്കിൽ അന്നേരം പോയി ഒരു സ്കൂട്ടറും റെൻറ്റിനെടുത്തു. എന്തിന്? ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രാത്രിയായി. പിന്നെ അന്നെങ്ങും പോകാനും പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ച് കിടന്നുറങ്ങി.